ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ കേട്ടോ. ഇത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോയിട്ട് ഒരു വർഷമായി ഞാൻ ഉണ്ടായിട്ട് ഒരു വർഷമായി. നമ്മൾ 3-ാം മാസം കാത് കുത്താൻ പോയി നോക്കി, പക്ഷേ പറ്റിയില്ല. അന്ന് അവർ പറഞ്ഞു കുറച്ചുകൂടെ കുട്ടി വലുതായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ജ്വല്ലറിക്കാർ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വേറൊരാവശ്യത്തിന് വേണ്ടി ജ്വല്ലറി പോയപ്പോൾ നമ്മൾ കഴിച്ചു എന്നാൽ കൊത്തിക്കളഞ്ഞാലോ എന്ന് വെച്ചു. അങ്ങനെ കൊത്തിയത്. അപ്പോൾ ആ കുത്തുന്ന ചേട്ടനും നമുക്ക് നല്ല കോൺഫിഡൻസ് തന്നു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിന് മുന്നേ കുറച്ച് കച്ചറായിരുന്നു, പിന്നെ കുറച്ച് നേരം അടങ്ങിയിരുന്നു. അപ്പോൾ ആൾ അടയാളമൊക്കെ ഇട്ടു 2 കാതിലും. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്താ പേടിയാവോ ഒരു കാത്. അത് നമ്മൾ വേദനയുള്ള കുത്താണ്, ഷൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ പെട്ടെന്നാണ് ആ കാത് കുത്തിയത്. ഒരു എക്സ്പ്രഷനും ഉണ്ടായില്ല ഞാനിക്കുട്ടന്. അപ്പം അപ്പോഴാണ് കാത് കുത്തി കഴിഞ്ഞപ്പോഴാണ് കണ്ടത് ആ കമ്മലിൻ്റെ ഒരു കല്ല് പോയി. അപ്പം പിന്നെ ആൾ വേറെ അതേ സെയിം കളർ, നമ്മൾ അവിടുത്തെ സെയിം തന്നെ വേറൊരു കളർ, വൈറ്റ് ആയിരുന്നു ആദ്യം എടുത്തത്. പിന്നെ ഒരു ഗ്രീൻ എടുത്ത് അത് മാറ്റിയിടുകയും അതിൻ്റെ ബാക്കിൽ ചങ്കിരി ഇടുകയൊക്കെ ചെയ്തു. ആൾക്കൊരു പ്രശ്നമില്ല. ചെറുതായിട്ട് ആ കാത് പിടിച്ച് വെക്കുന്നതിൻ്റെ ഒരു ഇറിറ്റേഷൻ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആൾക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ പേടിച്ച പോലെ ഒരു സംഭവം ഉണ്ടായില്ല. അപ്പം ഇനി അടുത്ത കാത് കുത്തുമ്പോൾ നമുക്ക് ഞാൻ ഏട്ടന് വണ്ടറടിച്ച്, ഏട്ടൻ തന്നെ അറിഞ്ഞില്ല കമ്മൽ കുത്തിക്കഴിഞ്ഞത്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ മക്കൾക്ക് കാത് കുത്താൻ വേണ്ടി ആരും പേടിക്കേണ്ട, മുബാറക് ജ്വല്ലറിയിൽ, ഫറോക്ക് മുബാറക് ജ്വല്ലറിയിലെ ആ ചേട്ടൻ അടിപൊളി സൂപ്പറാണ്. ചേട്ടൻ്റെ കൈകാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ കരയാണ്ട് നിന്നത് കേട്ടോ. അങ്ങനെ 2ാമത്തെ കാതും കുത്തി. ആൾക്ക് കാത് പിടിച്ചേക്കുന്നതിൻ്റെ ഒരു പ്രശ്നമല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അത് ആൾ പിന്നെയും ശ്രദ്ധ തിരിച്ച് മാറ്റി ഒക്കെ ഡീൽ ചെയ്യാണ്. എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പോകുമ്പോഴും നമ്മൾ കാത് കുത്താൻ പോയതല്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്, വേറൊരു ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നമ്മൾ പറഞ്ഞു ജസ്റ്റ് കുത്തിയാലോ എന്ന് പറഞ്ഞു. ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. യാമിക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് യാമി ഭയങ്കര വാശിയൊക്കെ ഉണ്ടായിരുന്നു ഇത് കുത്തി കഴിഞ്ഞപ്പോൾ. ഞാനില്ലാതെ എന്തിനാ കുത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ എന്തോ നമുക്ക് ആ സമയമായത് അപ്പോഴായിരിക്കും. എന്തായാലും അപ്പോഴാണ് കാത് കുത്തിയത്. 2 കമ്മലിട്ടു. ആൾ കൂളാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ഇനി കാത് കുത്താൻ പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഫറോക്കിൽ മുബാറക് ജ്വല്ലറിയിൽ ഈ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കുത്തിക്കോളൂ കേട്ടോ, ഒരു പ്രശ്നമില്ല. അതും വേദനയുള്ള കുത്ത് തന്നെയാണെങ്കിലാണ് കറക്റ്റ് ആവുക എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ജ്വല്ലറി. അപ്പോൾ ആ ചേട്ടനാണ് കേട്ടോ അവിടെ നിന്ന് പാൻറ്റ് റെഡിയാക്കുന്ന ആ ചേട്ടനാണ്.